ഹെൽത്തി ഈറ്റിംഗ് ഷുഡ് നോട്ട് ബി ബോറിംഗ്. നമുക്കൊന്ന് സീറോ ഓയിൽ ഹെൽത്തി മന്തി ഉണ്ടാക്കിയാലോ? നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന മന്തി ലവർ ഫ്രണ്ടിന് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഫോർവേഡ് ചെയ്തേക്ക് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ മന്തി ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ ഒണിയൻ, ക്യാപ്സിക്കം, മല്ലിയില, പുതിനയില, ഹോൾ സ്പൈസസ്, ബ്ലാക്ക് നാരങ്ങ, മന്തി മസാല, ഗരം മസാല, ക്യുമിൻ പൗഡറും ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഞാനിവിടെ കാലറി റിഡ്യൂസ് ചെയ്യാനായിട്ട് സ്കിൻലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു കുറച്ച് മാത്രം വെള്ളം കൂടെ ആഡ് ചെയ്ത് ഇതൊരു അടച്ച് വെച്ച് നിങ്ങളൊരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. എന്നിട്ട് ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് 3-4 മിനിറ്റ് ഒന്നുകൂടെ കുക്ക് ചെയ്യുക. അപ്പോഴത്തേനും ചിക്കനിൽ നിന്ന് അത്യാവശ്യം സ്റ്റോക്ക് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. ഈ ടൈമിൽ നമുക്ക് കുറച്ച് മന്തി മസാല, ഗരം മസാല, കാശ്മീരി ചില്ലി, ഉപ്പും വിനീഗറും വെള്ളവും കൂടെ ചേർത്തൊരു മസാല ഉണ്ടാക്കാം. അടുത്തത് നമ്മൾ ആ കുക്ക് ചെയ്ത ചിക്കൻ എടുത്ത് അതിനകത്ത് മസാല പുരട്ടി ഓവനിലോ എയർ ഫ്രൈയിലോ ഗ്രില്ല് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമ്മൾ ആ ചിക്കൻ കുക്ക് ചെയ്ത സ്റ്റോക്ക് എടുത്ത പോട്ടിൽ കഴുകിയ ലോങ് ഗ്രെയിൻ ബസുമതി റൈസ് ആഡ് ചെയ്യുക. എന്നിട്ട് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് അടച്ച് വെച്ച് 7 to 8 മിനിറ്റ് കുക്ക് ചെയ്യുക. ഏകദേശം റൈസ് ഇത്രയും കുക്കായി കഴിയുമ്പോൾ 2-3 പച്ചമുളക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഗ്രില്ല് ചെയ്ത ചിക്കനില്ലേ അത് ആഡ് ചെയ്ത് ഒരു 20 to 30 മിനിറ്റ്സ് ദമ്മ് ചെയ്യാൻ വെക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ സീറോ ഓയിൽ ഹെൽത്തി മന്തി റെഡിയാണ്. പിന്നെ ഈ ഇത്രയും മന്തി ഒരുമിച്ച് ഒരു നേരം കഴിച്ച് തീർക്കുകയാണെങ്കിൽ ഒരിക്കലും ഹെൽത്തി ഇല്ല. ഇതിൻ്റെ പോർഷൻ നിങ്ങൾ കറക്റ്റ് കൺട്രോൾ ചെയ്യണം. ഞാനിപ്പോൾ ഈ ഫുൾ മന്തി 4 പോർഷനാക്കി 4 മീലാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പിന്നെ ഇതേപോലത്തുള്ള ഹെൽത്തി റെസിപ്പീസിനായിട്ട് എൻ്റെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക കേട്ടോ.